ഗുഡ് ആഫ്റ്റർനൂൺ വ്യൂയേഴ്സ്. നിങ്ങളെല്ലാവരും നമ്മുടെ ബഫറ്റ് ഒരു ഫേമസ് കോട്ടായിരുന്നത് അവർ ഫേവറേറ്റ് ഹോൾഡിംഗ് പീരീഡ് ഈസ് ഫോർ എവർ. ഇഫ് യു ആർ ഇൻ വില്ലിംഗ് ടു ഓൺ എ സ്റ്റോക്ക് ഫോർ 10 years, ഡോണ്ട് ഇവൺ തിങ്ക് അബൌട്ട് ഓയിങ് ഇറ്റ് ഫോർ 10 minutes അയാൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ശരി തന്നെ, പക്ഷേ അത് എന്ത് കോണ്ടെക്സ്റ്റിൽ അയാൾ പറഞ്ഞു എന്നുള്ള വേറൊരു കാര്യം. നമ്മൾ ആലോചിക്കുന്നത് നമ്മളും പല സ്റ്റോക്സും നിങ്ങളെ പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യുന്നുണ്ട് എത്രയോ കൊല്ലങ്ങളായിട്ട്. അതിനൊക്കെ നെഗറ്റീവ് റിട്ടേൺസ് നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ? അത് അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ നോക്കാൻ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് നിഫ്റ്റിന്റെ റിട്ടേൺസ് നെഗറ്റീവ് റിട്ടേൺസ് നിഫ്റ്റി കൊടുത്തു. നിങ്ങൾ നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതേ പൈസ യു ക്യാൻ ഇൻവെസ്റ്റ് ഇൻ ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് ഡിപ്പോസിറ്റിൽ എഫ് ഡി ഇട്ടാലും ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും, മോർ റിട്ടേൺ സ്കീം. ജസ്റ്റ് ഇമാജിൻ ഇന്ത്യയിലുള്ള ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് ഞാൻ പറഞ്ഞു, മറ്റുള്ള സ്റ്റോക്സ് നിങ്ങളെടുത്ത് മൈക്രോ ക്യാപ്പും സ്മോൾ ക്യാപ്സും ഞാൻ പറയുന്നില്ല. പക്ഷെ നിഫ്റ്റിന്റെ 50 സ്റ്റോക്സിന് എടുക്കാൻ വെച്ചാൽ ദാറ്റ് ഈസ് അവർ നേഷൻ. നിഫ്റ്റി 50 സ്റ്റോക്ക് ഇസ് എ നേഷൻ ബിൽഡിംഗ് കമ്പനീസ്. ഫോർ എക്സാമ്പിൾ, ഐ എം ടേക്കിംഗ് റിലയൻസ്, വൺ ഓഫ് ദി ലാർജസ്റ്റ് കമ്പനി ഇൻ ഇന്ത്യ. കഴിഞ്ഞ എത്ര മാസങ്ങളെ റിലയൻസ് ഒരു റേഞ്ച് ബൗണ്ട് ട്രേഡ് ചെയ്യുന്നു. 1250 റുപ്യ, 1340, 1400 റുപ്യ, ഈ റേഞ്ചിലല്ലാണ്ട് റിലയൻസ് മൂവ് ചെയ്തിട്ടില്ല, റിലയൻസ് ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ ഇതേ റേഞ്ചിൽ എത്ര മാസങ്ങളായി കിടക്കും റിലയൻസ്. ഇനി ഫോർ എക്സാമ്പിൾ HDFC ബാങ്ക്, ലുക്ക് അറ്റ് വൺ ഓഫ് ദി ലാർജസ്റ്റ് ബാങ്ക്സ് ഇൻ ഇന്ത്യ, HDFC ബാങ്ക്. HDFC ബാങ്ക് ഈസ് ഓൾമോസ്റ്റ് എന്ത് റിട്ടേൺസ് കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട്. ഇങ്ങനെ IT സ്റ്റോക്സ് ഞാൻ പറയാം, ഇൻഫി, TCS, ഞാൻ ലാർജ് ക്യാപ്പ് എടുക്കുന്നുള്ളൂ. ഓൾമോസ്റ്റ് 50% ഓഫ് ദി വെൽത്ത് ആൾക്കാർ എറോഡ് ചെയ്ത് കഴിഞ്ഞതിനകത്ത്. പിന്നെയും ഈ മ്യൂച്വൽ ഫണ്ടുകാരും SIP കാരും വന്നിട്ട് ദേ ബ്ലോ ദ ട്രംപറ്റ്, ദേ വാണ്ട് ടു കളക്ട് മണി ഫ്രം ദ മാർക്കറ്റ്. അവർ പറയും മാർക്കറ്റിനെയും ഇത്ര നിഫ്റ്റി ഇത്ര പോകും മാത്രം എന്നൊക്കെ പറയും. പക്ഷെ തിങ് ഈസ് ദാറ്റ് പ്രാക്ടിക്കലി അത് സംഭവിച്ചിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഹോൾഡിംഗ് പീരീഡ് ഈസ് ഫോർ എവർ എന്ന് ബഫറ്റ് പറയുന്നൊരു കാര്യം. ബഫറ്റ് ഇൻവെസ്റ്റ് ചെയ്തത് ഏത് സമയത്ത് നിങ്ങൾ ആലോചിക്കണം. ബഫറ്റ് അയാളെ 12ാം വയസ്സിൽ അതിന് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി. സോ നിങ്ങളൊരു 50 years എബോവ് പേഴ്സൺ ആകില്ല, നിങ്ങൾ എന്തിനായി ഇതിലൊക്കെ പോകുന്നത്? ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ബെറ്റർ ടു ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിട്ടേൺസ് കിട്ടുന്നില്ലെങ്കിൽ ഹൗ മെനി ഇയേഴ്സ് യു ആർ ഗോയിങ് ടു ലീവ്. നിങ്ങളൊരു വെരി യങ് ഏജിലാണ് ഇതൊക്കെ ഓക്കെ, യു ക്യാൻ ഹോൾഡ് ഇറ്റ്. പക്ഷേ യങ് ഏജാലെങ്കിലും ഇന്നത്തെ കാലത്ത് കമ്പനീസ്, ഞാൻ ഇന്നൊരു എക്സാമ്പിൾ പറയും, സ്പൈസ് ജെറ്റ് എന്നൊരു കമ്പനി ഇന്നത് ഇൻസോൾവൻസിക്ക് ഫയൽ ചെയ്തിരിക്കുന്നു. ആൾക്കാർക്ക് ഇനി ആ സ്റ്റോക്ക് വിൽക്കാൻ പോലും സാധിക്കില്ല. കംപ്ലീറ്റ് ലോസ് മേക്കിംഗ് കമ്പനി സ്പൈസ് ജെറ്റ്. സോ ഇങ്ങനെയുള്ള എത്ര കമ്പനികൾ മാർക്കറ്റിൽ നിന്ന് വാനിഷ് ആകുന്നത് പറയും. സോ ഇതൊക്കെ കറക്റ്റ് സ്റ്റഡി. ഇപ്പോൾ ഈ IPO വന്നിട്ട് ദേ ഹാവ് ടേക്കൺ എ ലോട്ട് ഓഫ് മണി ഫ്രം ദ മാർക്കറ്റ്. എല്ലാ IPOയും 100x P എബോവിലാണ് മാർക്കറ്റിലെ ആൾക്കാരെ വാങ്ങിച്ചിട്ടുള്ളത്. സോ ഇതൊക്കെ എങ്ങനെ പെർഫോം ചെയ്യും, എത്ര IPOസിന് 5 കൊല്ലം കൊണ്ട് പെർഫോം ചെയ്യും, ഇതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. സോ ഇപ്പോൾ ഈ ഗവൺമെന്റ് ഡിഫൻസ് സ്റ്റോക്സ്, ഡിഫൻസ് എക്സ്പോർട്ട് കൊണ്ട് കുറേ ഡിഫൻസിന് സപ്ലൈ ചെയ്ത കമ്പനീസ് ദി ആർ ഷോയിങ് സം ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഡിഫൻസ് സ്റ്റോക്സ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് മെജോറിറ്റി IT കമ്പനീസ് ഒന്നും ചെയ്യുന്നില്ല. യു ലുക്ക് അറ്റ് ദ മാർക്കറ്റ്. ഇനി FMCG എടുക്കാമല്ലോ. FMCGയിലെ യൂണിലിവർ ഫാന്റാസ്റ്റിക് കമ്പനി, ITC, ഇതൊക്കെ ഹൈലി ITCൻ്റെ എല്ലാ പ്രോഡക്റ്റ് എല്ലാം ഇന്ത്യയിലെ എനി റൂറൽ വില്ലേജിൽ പോയി കഴിഞ്ഞാൽ ITCൻ്റെ പ്രോഡക്റ്റ് കാണും. അങ്ങനെയുള്ള ITC ചെയ്തു. ITCൻ്റെ ഹോൾഡിംഗ്, ITCൻ്റെ പ്രൊമോട്ടേഴ്സ് ഇല്ല. ITC ഹോൾഡ് ചെയ്ത പബ്ലിക്കും പിന്നെ ബാറ്റാണ് കുറച്ച് ഹോൾഡ് ചെയ്യുന്നത്, പിന്നെ LIC, ഇങ്ങനെയുള്ള കുറേ ആൾക്കാരാണ് ITC ഹോൾഡ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് വാട്ട് ഐ ആം സീയിങ്. വൈ മാർക്കറ്റ് കഴിഞ്ഞ് ഇവർ പറയുന്ന ആ റോസി പിക്ചറൊന്നും മാർക്കറ്റിൽ ഞാൻ കാണുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നിങ്ങളൊരു റീസണബിൾ ബാങ്ക് ഇൻട്രസ്റ്റ് 7.5% കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു കളക്ട് ദ മണി ആൻഡ് ഗെറ്റ് ഔട്ട് ഫ്രം ദ മാർക്കറ്റ്. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിപ്പം ബൈ ദ വേ റിസർവ് ബാങ്ക് ഓഫ് ഗവർണർ ഈ ജനുവരിയിൽ ഒരു റേറ്റ് ആയിട്ടുണ്ടോ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടാന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ഈസ് സോ ഹൈ. കാരണം ഇന്നിപ്പോൾ ഇന്നലെ യൂണിലിവറിന്റെ സ്റ്റഡീസ് ഒക്കെ പറയുന്നത് ഇന്ത്യയിൽ യൂണിലിവറിന്റെ സെയിൽസ് ഒന്നും പോകാത്ത കാരണം എന്ന് വെച്ചാൽ റവന്യൂ വെച്ചാൽ ഇൻഫ്ലേഷൻ അത്ര ഹൈ ആണ്. റൂറൽ ഇൻഫ്ലേഷൻ ഇസ് വെരി ഹൈ. നിങ്ങൾ മാർക്കറ്റിൽ പോയാൽ ഞാൻ പറയേണ്ടതിനെയൊക്കെ മനസ്സിലാക്കുന്ന കാര്യമാണ്. പിന്നെ നിങ്ങളിപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് ഫോർ എവർ, അത് ആ സ്റ്റോക്ക് അവിടെ വെക്കട്ടെ, ഐ വിൽ ഫോർഗെറ്റ് ഇറ്റ്, ടുമോറോ ഇറ്റ് വിൽ ഗോ, അതൊന്നും പ്രതീക്ഷിച്ച കാര്യമില്ല. ടാറ്റ കമ്പനീസിന് എല്ലാ സ്റ്റോക്കുകളും എടുക്കുക. ടാറ്റ ടെക്നോളജി 1000 രൂപ മുകളിൽ ലിസ്റ്റ് ചെയ്ത കമ്പനി ഇന്ന് ഹാഫ് ഓഫ് ദ വാല്യൂ ഇല്ലേ. സോ ടാറ്റ മോട്ടോഴ്സ്, ജസ്റ്റ് ഇമാജിൻ ടാറ്റ മോട്ടോഴ്സ് എല്ലാ മാരുതി ആയാലും പിന്നെ ഫോഴ്സ് മോട്ടോഴ്സ് ആയാലും ബജാജ് ഓട്ടോ ഇതൊക്കെ പെർഫോം ചെയ്തിട്ട് മാരുതി ടാറ്റ മോട്ടോഴ്സ് 350 രൂപയിൽ ട്രേഡ് ചെയ്ത് സ്റ്റോക്കായി പോയി ടാറ്റ. ഇനി അതെല്ലാം കൂടി 2 ഡിജിറ്റിൽ വരുമെന്ന് എനിക്കറിയില്ല. സോ എനിവേ ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ട് മാർക്കറ്റിൽ നിന്ന് അങ്ങനെ ആലോചിച്ച് ട്രേഡ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ യു ക്യാൻ ട്രേഡ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി. ആസ് എ ട്രേഡർ ഐ ഓൾവേസ് സ്റ്റിക്ക് ഓൺ ബാങ്ക് നിഫ്റ്റി, or you make a reasonable profit and get out from the market. See, if you are above 50, I'm saying, see, if you are younger age,
you have many options. പക്ഷേ when you are above 50, the main problem is that ചലോ നിങ്ങളെ ഹൊറൈസൺ ആ സമയത്ത് കോൺട്രാസ്റ്റ് ചെയ്യും. സോ യു സീ നിങ്ങളെ ഫ്യൂച്ചർ ഹെഡ് ഓഫ് യു ഒരു ഫൈനൈറ്റ് ഫ്യൂച്ചർ ആയിരിക്കും. ഇറ്റ് ഈസ് അൺസർട്ടൻ ഫ്യൂച്ചർ. സോ വാട്ട് യു വാണ്ട് ടു ഡു, യു ഹാവ് ടു ഫോക്കസ് അറ്റ് ദാറ്റ് ടൈം. ആൻഡ് യു നീഡ് എവറിഡേ പ്ലഷർ. എവറിഡേ പ്ലഷർ മീൻസ് എവറിഡേ യു മേക്ക് മണി. ദാറ്റ് ഈസ് എവറിഡേ പ്ലഷർ. ആൻഡ് യു നീഡ് സം ക്ലോസ് ഫ്രണ്ട്സ്. ദാറ്റ് ഈസ് ഡിപ്പെൻഡബിൾ കൗണ്ടബിൾ ഫ്രണ്ട്സ്. കാരണം നിങ്ങൾ യങ്ങാകുന്ന സമയത്ത് എല്ലാവരും പറയും, ഓ യു ലൈവ് ഫോർ എവർ. നമ്മളെല്ലാം ഞാനും വിചാരിച്ചു യു ലൈവ് ഫോർ എവർ. So in that case you can invest forever, you can hold it forever. പക്ഷേ അന്ന് എല്ലാവരും പറയും സ്കൈ ഇസ് ദ ലിമിറ്റ്, യു ആർ യങ്, ദ ഹോൾ വേൾഡ് ഈസ് എ ഓയിസ്റ്റർ. അന്നേരത്തെ നമ്മളെ ഹൊറൈസൺ മെഷർ ചെയ്യുന്ന വെച്ചാൽ ഡെക്കേഡ്സിലാണ്. വെൻ യു ആർ യങ്, യു ക്യാൻ മെഷർ ദ ഹൊറൈസൺസ് ഇൻ ഡെക്കേഡ്സ്. സോ നമ്മൾ വിചാരിക്കും ഹ്യൂമൻ ബീയിങ്സ് ഇൻഫിനിറ്റ് ടൈം ജീവിക്കാൻ പോകുന്നതായിരിക്കും. സോ ഇതൊക്കെയെന്ന് വെച്ചാൽ വെൻ യു ആർ ആഫ്റ്റർ ദ ഏജ് ഓഫ് 50, യുവർ ഹൊറൈസൺ യു ക്യാൻ സീ, after the age of 50 your vanity disappear, and at the same time your ambition disappear, and what you need is only a good friends, companionship and everyday joy. So when you are getting old, പലപ്പോഴും പറയുന്നുണ്ട് നമ്മൾ വയസ്സായ സമയത്ത് യു ക്യാൻ ഫീൽ എ ക്ലോസ് വിഷൻ ഓഫ് ദ ഹെൽ ഓർ ഹെവൻ. ഒരു വയസ്സായ മരിക്കാനാകുന്ന സമയത്ത് ദേ ഹാവ് എ വിഷൻ ഓഫ് ഹെൽ ഓർ ഹെവൻ. സോ അതാണ് ഞാൻ പറയാനുള്ളത്. സോ പിന്നെ നിങ്ങൾ ആലോചിക്കും നിങ്ങളെ ജീവിതത്തിൽ വാട്ട് മേക്സ് ലൈഫ് വർത്ത് ലിവിങ്. നിങ്ങളെ ലൈഫ് വർത്ത് ലിവിങ് എന്ന് വെച്ചാൽ ഓൾഡ് ഏജിൽ യു ആർ അൺഎബിൾ ടു മൂവ്, യു ആർ അൺഎബിൾ ടു കെയർ ഓഫ് യുവർ സെൽഫ്. ദെൻ വാട്ട് ഈസ് ദ വർത്ത് ലിവിങ് ഇൻ ദാറ്റ്? ആ ഒരു അങ്ങനെയുള്ളൊരു ജീവിതം എന്ത് ജീവിതമാണ്? സോ ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവർ മാസീവ് എമൗണ്ട് ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൽ അത് ഹോസ്പിറ്റൽ കൺസ്ട്രക്ട് ചെയ്യാനും ഓർഫനേജ് കൺസ്ട്രക്ട് ചെയ്യാനും എൽഡർലി ആൾക്കാർക്ക് പുവർ ഹൗസ് ഉണ്ടാക്കാനും ഗവൺമെൻറ് ഉപയോഗിക്കണം. കാരണം വെച്ചാൽ ഇന്നിപ്പോൾ ഞാൻ കാണുന്നത് ഇങ്ങനെയുള്ള ഈ ഓൺഡ് ഹൗസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹൗസസ് പല സ്ഥലത്തും ഫ്രീ ആയിട്ട് ഗവൺമെൻറ് കൊടുക്കുന്നതിന് പകരം ദേ ക്യാൻ മേക്ക് എ ലാർജ് കൺസ്ട്രക്ഷൻ, നമ്പർ ഓഫ് എൽഡർലി പീപ്പിൾ, പുവർ പീപ്പിളിനെ അഫോർഡ് ചെയ്യാൻ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരു നോട്ട് ഓണർഷിപ്പ് ബേസിസ് ദേ ക്യാൻ കം ആൻഡ് സ്റ്റേ ഓർഫൻസ്. ഇതെല്ലാം പറഞ്ഞപ്പോൾ എനിക്കൊരു ഓർമ്മയെന്ന് വെച്ചാൽ ലിയോ ടോൾസ്റ്റോയ് 1870 പണ്ട് 18th century എഴുതിയൊരു കഥയുണ്ടായിരുന്നു. ഇത് ഡെത്ത് ഓഫ് ഐവാൻ ഇല്ലിച്ച് എന്നാണ്. ഈ ഐവാൻ ഇല്ലിച്ച് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കോർ പ്രോട്ടഗോണിസ്റ്റാണ്. ഇയാളെന്ന് വെച്ചാൽ ഒരു റഷ്യയിലെ ഒരു ലീഡിങ് മജിസ്ട്രേറ്റ് ആയിരുന്നു. അപ്പോൾ അയാളെന്ന് വെച്ചാൽ അയാളെ കാരിയർ അഡ്വാൻസ്മെൻറ്റ്, പിന്നെ അയാളെ കൺവീനിയൻസ്, he can choose his wife, അയാളുടെ സോഷ്യൽ സർക്കിൾ എല്ലാം ഹൈയിലായിരുന്നു. അയാളുടെ ഹൗസ് ഫർണിഷിങ്സ് എല്ലാം ഈക്വലി ഈ ട്രൈ ടു മേക്ക് ഈക്വലി സിമിലർ ടു ദ റഷ്യയിൽ അന്നത്തെ വലിയ ബൂർഷ്വാസികളും പ്രഭുക്കന്മാരും ഉള്ള വീട്ടിലുള്ള അതേ ഫർണിച്ചറും വീട്ടിലുള്ള അതേ പെയിൻറ്റിങ്സ് എല്ലാം വെച്ചിട്ട് ഈ മജിസ്ട്രേറ്റ് അന്ന് ചെയ്തിരുന്നു. അയാൾ അന്ന് ചെയ്തിരുന്നു. സോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എല്ലാ സമയത്തും ഈ ബൂർഷ്വാസി എന്താ ചെയ്യുന്നത് അതുപോലെയാണ് പ്രൊളറ്റേറിയൻ ചെയ്യുക. ബൂർഷ്വാസി ഒരു കാർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നെയ്ബർ ഒരു ബൂർഷ്വാസി കാർ വാങ്ങിച്ചിട്ട് നിങ്ങളും അതേപോലെ തന്നെ കാർ വാങ്ങാൻ ശ്രമിക്കും. കാരണം അത് അങ്ങനെയാണ് സൈക്കോളജി. സോ ഹി ട്രൈ ടു ഡു ദാറ്റ്. പക്ഷെ ഒരു ദിവസം എന്ന് വെച്ചാൽ ഇയാളെന്താ ചെയ്യുക വെച്ചാൽ ഇയാൾ വീട്ടിൽ പിന്നെ എല്ലാ ഫർണിച്ചറും ഭയങ്കര ഡെക്കറേറ്റ് ചെയ്യും, എല്ലാ ദിവസവും ഡെക്കറേറ്റ് ചെയ്യും. അങ്ങനെ ഈ ഒരു ജനലിലെ കേർട്ടനൊക്കെ ഫർണിഷ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇയാൾ അവിടുന്ന് വീഴും. അപ്പോൾ അയാൾക്ക് ചെറിയൊരു മൈനർ ഇഞ്ചുറി വരും. സോ അത് പെട്ടെന്ന് ആ മൈനർ ഇഞ്ചുറി വളരെ ഒരു ഡിബിലിയേറ്റിംഗ് മിസ്റ്റീരിയസ് ഇന്റേണൽ ഡിസീസായി മാറും. പിന്നെ അയാൾ മനസ്സിലാക്കും അയാൾക്കൊരു അബ്ഡോമിനൽ ക്യാൻസർ, ഒരു കിഡ്നി ഫെയിലർ ആയിരുന്നുള്ള കാര്യം മനസ്സിലാക്കും. ആ സമയത്ത് ഇയാൾക്ക് ജോലിക്ക് പോകാനും പറ്റാണ്ടായി. ആ സമയത്ത് എന്താ സംഭവിച്ചാൽ ഇയാളെ ഫാമിലിയും ഇയാളെ മക്കളും ഇയാളെ ഐസൊലേറ്റ് ചെയ്യും. സോ ലൈഫ് ഡിറ്റോറിയേറ്റ്സ്. അയാളെ പഴയ ഫ്രണ്ട്സ്, സോഷ്യൽ വേൾഡ് ഇതൊക്കെ ഒരു ഡിഫറെൻ്റായി മാറി. അപ്പോൾ അയാളെ വൈഫും അയാളെ കുട്ടിയും അയാളോട് പറയുക എല്ലാ ദിവസവും വെച്ചാൽ ഇത് നമുക്കൊരു എംബറാസിങ് ആണ്. കാരണം വെച്ചാൽ ഇൻകൺവീനിയൻസ് ആണ്, നമ്മളെ ഫൈനാൻഷ്യലി ഇത് ഡിസ്റ്റർബ് ചെയ്യും, ഇയാളെ ട്രീറ്റ് ചെയ്യുന്നതിലൊക്കെ ഫൈനാൻഷ്യലി ഡിസ്റ്റർബ് ചെയ്തു. അത് ഇയാൾ കേട്ടു. പിന്നെ ഈ ഡോക്ടേഴ്സ് അപ്പോൾ ഇയാൾ നോക്കാൻ വരും. ഡോക്ടേഴ്സ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇയാളെ ബോഡി കാണുന്ന സമയത്ത് എല്ലാ ഹോസ്പിറ്റലും ഇന്ന് ഡോക്ടേഴ്സ് അങ്ങനെ ചെയ്യുക. കാരണം വെച്ചാൽ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ നിങ്ങൾ പോകുന്ന അയാളൊരു ഹ്യൂമൻ ബീങ്സായി നിങ്ങൾ കാണുന്നില്ല. ഡോക്ടർ കാണുന്നതെന്ന് വെച്ചാൽ ഓരോന്നും ഒരു ക്ലിനിക്കൽ കേസായേക്കും. അതുപോലെ തന്നെ ഇയാളെ കാണുന്നത് ഒരു ക്ലിനിക്കൽ കേസായിട്ട് ഡോക്ടർ നിങ്ങളെ ബോഡീനെ കാണുന്നത്. ദർ ഈസ് നോ ഹ്യൂമാനിറ്റി ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ അവരെ കൊളീഗ്സ്, പണ്ട് വരുന്ന കൊളീഗ്സ് ഉണ്ടായിരുന്നു, ഇയാളെ കോർട്ടിൽ വർക്ക് ചെയ്യുന്ന ജൂനിയേഴ്സൊക്കെ.
അപ്പോൾ ജൂനിയേഴ്സൊക്കെ പറഞ്ഞു ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ലുക്രേറ്റീവ് ജുഡീഷ്യൽ പോസ്റ്റ് കിട്ടുമല്ലോ, ഇയാൾ വേഗം മരിക്കട്ടെ എന്നുള്ള ആലോചിക്കും. സോ ഫൈനലി ഇയാളെ വീട്ടിൽ ആകെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള യാതൊരു ഒരു കംഫർട്ട് കൊടുക്കുന്ന ഇയാളെ വീട്ടിലൊരു ജോലിക്കാരുണ്ട്. അയാളുടെ പേര് ജെറാസിം എന്ന് വെച്ചാൽ ഒരു പ്ലസൻറ്റ് സെർവൻ്റ് ആയിരുന്നു. അപ്പോൾ ഇയാളെ കൂടെ താമസിക്കും, ഇയാളെ കൂടെ ഈ ഷോസ് എംപതി ആക്സെപ്റ്റൻസ് ഓഫ് മൊറാലിറ്റി ഇയാൾ കാണിക്കും. ഈ സെർവൻ്റ് ഇയാൾക്ക് വളരെ സിൻസിയറായിട്ട് ചെയ്യും. അപ്പോൾ ഇയാൾക്കൊരു ഫൈനൽ എപ്പിഫാനി ഉണ്ടാവും. കാരണം വെച്ചാൽ ഇത്രയധികം ഇൻറ്റൻസ് ആഗണി, ഈ ലൈഫ് ഇത്രയും മോശമായ സ്ഥിതിക്ക് അയാൾക്ക് ആരോടും ഒരു തരത്തിലുള്ള റെസെൻറ്റിമെൻറ്റ്, ഒരു നീരസം തോന്നില്ല. പക്ഷേ അയാൾക്ക് എല്ലാവരോടുള്ള വെറുപ്പും എല്ലാം മാറി അയാളൊരു ഇന്നർ സർക്കിളിലേക്ക് പോകും. സോ അങ്ങനെ ഒരു തീമിലെത്തുകയാണ്. സോ അതിൽ ടോൾസ്റ്റോയ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മളെ ആർട്ടിഫിഷ്യൽ ലൈഫ് വേഴ്സസ് ഒതൻറ്റിക് ലൈഫ്. ഈ ലൈഫ് എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ഒരു ഹോളോ ലൈഫാണ്. പിന്നെന്ന് വെച്ചാൽ മിക്കവാറും ആൾക്കാർ വിചാരിക്കുന്നത് വെച്ചാൽ ഓൺലി ഡെത്ത് വിൽ ഹാപ്പൻ ടു മൈ നെയ്ബർ, അതർ പേഴ്സൺ, ഡെത്ത് വിൽ നോട്ട് കം ടു മീ. സോ അത് ഒരു റിയൽ ഫാക്റ്റാണ്. പിന്നെ നിങ്ങളിൽ ഫൈനൽ റിഡംഷൻ, നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യേണ്ടത്, റിഡംഷൻ അറ്റ് ദി ത്രെഷോൾഡ് ഓഫ് ഡെത്ത്, അതിനെക്കുറിച്ച് അയാൾ പറയുന്നു. സോ ഇതൊക്കെയാണ് ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആയിട്ടുള്ള പിന്നെ ടോൾസ്റ്റോയ് ഇതിനകത്ത് പറയുന്നത് വേറൊരു കാര്യം വെച്ചാൽ വെൻ യു ആർ ഫിസിക്കലി ഡിബിലേറ്റിംഗ് സ്റ്റേജ് ആ സമയത്ത് യു ഹാവ് എ സ്പിരിച്വൽ അവേക്കനിങ്. സോ ദ ഫിസിക്കൽ ലൈഫ് വാണ്ട്സ് ടു ഡിസ്കവർ ഈ സോൾ എന്നാണ് പറയുന്നത്. സോ അങ്ങനെയാണ് ടോൾസ്റ്റോയ്ക്ക് അത്. സോ അതെല്ലാം കൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നത് വെച്ചാൽ വെൻ യു ഹാവ് മണി യു എൻജോയ് ലൈഫ് ആൻഡ് ഡോണ്ട് വെയിറ്റ് ഫോർ ദി ജഡ്ജ്മെൻറ്റ് ഡേ. So thank you very much for being my channel. Kindly do subscribe.